ഫിസ്റ്റ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹോസ്പിറ്റൽ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തത് ഞാനാണ്. എനിക്ക് കുറച്ചധികം നാളായിട്ട് ഏകദേശം ഒരു 5 വർഷത്തിൽ പുറമായി എനിക്ക് ഷോൾഡർ പെയിൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യമൊക്കെ വലിയ പെയിനൊന്നും ഇല്ലായിരുന്നു, ചെറിയ രീതിയിലുള്ള പെയിനൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ പെയിൻ ഒരു 1.5 വർഷം കൊണ്ട് ഈ പെയിനങ്ങ് നല്ല രീതിയിൽ കൂടി. ഫുഡ് തന്നെ മക്കൾക്ക് വാരി കൊടുക്കാൻ പറ്റാത്തോളം ഷോൾഡർ പെയിൻ ആയി തുടങ്ങി. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാമെന്ന് കരുതി. ആ ടൈമിൽ തന്നെ ചേച്ചിക്കും ചെറിയ രീതിയിൽ മുട്ടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്കും കാണിക്കണം. എന്നാൽ പിന്നെ ഞങ്ങളെല്ലാം കൂടെ അങ്ങ് ഒന്നിച്ച് പോകാമെന്ന് കരുതി. ഞാനും ചേച്ചിയും ഇല്ലാതെ മക്കൾ എന്തായാലും വീട്ടിലാരും നിൽക്കത്തില്ല. അപ്പോൾ പിന്നെ മക്കളെയും കൂട്ടിയല്ലേ പറ്റും. അതുകൊണ്ട് പിന്നെ ചേട്ടനെയും വിപിനെയും കൂടെ അങ്ങ് കൂട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോയത്. മക്കൾ അവിടെയും ആകെ ഓടി നടത്തിയായിരുന്നു. പിന്നെ ഈ മീനും അവിടെ പിന്നെ ഒരു കിളിക്കൂടുമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ അങ്ങ് ഓട്ടമൊക്കെ തന്നെ ആയിരുന്നു. കുറേ നേരം ഈ മീനിൻ്റെ അടുത്ത് അവർ നിന്നു. ഇടയ്ക്ക് കല്ലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, കല്ലെറിയാനായിട്ടൊക്കെ. അങ്ങനെ 3 മീനെയൊക്കെ നോക്കി നിൽക്കുകയാണ്. ആകെ വികൃതിയാണ്. ഇവർ 3 എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നമ്മൾ കൂടെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇവർ നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർ നോക്കാൻ നിൽക്കുന്നത് നമ്മളാകെ മടുത്തു പോവും. അതുകൊണ്ട് ഒത്തിരി പേരുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകുന്നിടത്ത് വലിയ മടുപ്പില്ലാതെ പോയി വരാൻ പറ്റും. പക്ഷേ ഇത്തവണ ഞങ്ങൾ കുറേ കുഴങ്ങിയായിരുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ കുഴഞ്ഞത് ചേട്ടനാണ്. കാരണം ചേട്ടനാണ് ഇവർ 3 പിന്നെ ഞാനും ചേച്ചിയും കൂടെ ഡോക്ടറെ കാണാനായിട്ടൊക്കെ കയറിയപ്പോഴത്തേക്ക് ബിബിയും കൂടെ ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോഴത്തേക്കും പിന്നെ ചേട്ടനാണ് ഇവരെ 3 ഹാൻഡിൽ ചെയ്തത്. അതുകൊണ്ട് ചേട്ടനൊക്കെ ആകെ പെട്ടുപോയായിരുന്നു. കൂടുതലും തുമ്പിമോളാണ്. തുമ്പിമോൾ കൂടുതലും പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പം നമ്മളെ കൊണ്ട് എടുപ്പിക്കും. അതാണൊരു പ്രശ്നം. അപ്പം നമ്മൾ അവളെ എടുത്തുകൊണ്ട് നിൽക്കണം. ബാക്കി 2 പേര് 2 വഴിക്ക് ഓടും. അപ്പം പിന്നെ അവരെയും നോക്കണം. അപ്പോൾ ഇത്തവണ ചേട്ടനങ്ങ് കുഴഞ്ഞു പോയായിരുന്നു. നോക്കി അതുപോലെ മടുത്തു. പിന്നെ കുറച്ച് നേരം കിളിക്കൂട്ടിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ലച്ചുമോളും ഉണ്ട്, കണ്ണമ്മോനും ഉണ്ട്. ലച്ചുമോളൊക്കെ നല്ല ആകാംക്ഷയോടെ കിളിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. കിളികളിങ്ങനെ ശബ്ദമൊക്കെ വെക്കുന്നു, അതൊക്കെ നോക്കി നിൽക്കുകയാണ്. കണ്ണമ്മോനും അവിടെ നിൽപ്പുണ്ട്, താഴെ അവിടെ നിൽപ്പുണ്ട്. ആളും കുറേ നേരം വന്ന് കിളിയൊക്കെ നോക്കി നിന്നു. ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർ നമ്മളെ നോക്കും. ഈ 3 പേരും ഇങ്ങനെ പല വഴിക്ക് ഇടന്ന് ഓടുന്നതാണ്. ആളുകളും നമ്മളെ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുക. അകത്ത് നമുക്കവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇവർ നല്ല ഓട്ടവും കളിയൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ അവരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ടോക്കൺ നമ്പർ വിളിക്കാൻ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ആ സമയം നോക്കി ഞങ്ങൾ ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. അവിടെ കുറച്ച് നേരം ഇരിക്കാൻ നിന്ന്, അവിടെ വലിയ ആളില്ല. അപ്പോൾ അവിടെ ഇരിക്കാൻ നിന്ന് ചേട്ടൻ പയ്യെ കണ്ണമ്മോനെ എങ്ങനെയും കൂട്ടി പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ലച്ചുവും തുമ്പിമോളും അവിടെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ണമ്മോനെ പിടിച്ച് നിർത്തുക. പക്ഷേ പിടിച്ച് നിർത്തൊക്കെ ഒന്നും നടക്കത്തില്ല. അവൻ എങ്ങനെയെങ്കിലും തിപ്പി നടക്കും. അവന് ഏറ്റവും ഇഷ്ടം എല്ലാവരും ഓടി നടക്കാനാണ്. നമ്മൾ വേണമെന്നൊന്നും ഇല്ല. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഓടി കറങ്ങി നടന്ന് എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഏകദേശം 7 മണിയോടുകൂടി എങ്ങാണ്ട് എത്തിയതാണ്. പക്ഷെ ഞങ്ങൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ 10 അന്ന് ഒരുപാട് ആളുള്ള ഒരു ദിവസമായിരുന്നു. ഒത്തിരി ആളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ലേറ്റായി ഞങ്ങളെത്താൻ. പിന്നെ എനിക്കും ചേച്ചിക്കായാലും ഡോക്ടറെ കണ്ടതിന് ശേഷം പിന്നെ എക്സ്റേ എടുക്കാനും വീണ്ടും ഡോക്ടറെ കാണാനും പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ നല്ല തിരക്കായതുകൊണ്ടും ഞങ്ങൾ വരാനായിട്ട് ഒരുപാട് ലേറ്റായി. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പ്രതീക്ഷിച്ചത് ഒരു 9-9:30 വീട്ടിലെത്താൻ പറ്റുമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ നടന്നില്ല. 10:30 ആയി വീടെത്തിയപ്പോഴത്തേക്ക്. എന്നാലും മക്കൾ ഉറങ്ങാതിരുന്നു. എന്താണ് ഫുഡ് വീട്ടിൽ വന്നിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ കരുതിയതാണ് വണ്ടിയിലൊക്കെ ഇരുന്ന് ഉറങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ ഉറങ്ങാതിരുന്നു. എൻ്റെ ലച്ചുമോൾ കാലിൽ കിടന്ന ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് പോകുന്നു. തുമ്പിമോൾ പോയി അത് എടുത്തുകൊണ്ട് കൊടുത്ത് ഇടിയിക്കുകയാണ്. ആളങ്ങനെയാണ്. പിന്നെ അവൾ ചെരുപ്പൊക്കെ എവിടെയെങ്കിലും ഊരിയിടുകയോ അല്ലെങ്കിൽ അവിടെ ഹെയർ ബാൻഡൊക്കെ എവിടെയെങ്കിലും വെച്ചാൽ തുമ്പിമോൾ അത് പിന്നാലെ എടുത്തുകൊണ്ട് ചെല്ലും. എന്നെ എക്സ്റേ റൂമിൽ കയറ്റിയപ്പോൾ ഇവരവിടെ എന്ന് പറഞ്ഞ് എന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കയറ്റിയായിരുന്നു. അങ്ങനെ അത് കേട്ട് ലച്ചുമോൾ ആകെ കരച്ചിലായി. അങ്ങനെ കരച്ചിലായപ്പോൾ കാലേ കിടന്ന് ചെരുപ്പൊക്കെ ഊരിക്കളഞ്ഞ് ആളാകെ വാശിയായി. അതോടുകൂടി ആൾ നല്ല മുഷട്ടയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്ന് എടുത്തുകൊണ്ട് നടന്നപ്പോഴാണ് ആകെ ഒരു ആശ്വാസമായത്. അതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ ഞാൻ പോയപ്പോഴും ആൾ എൻ്റെ കൂടെ വന്നു. പിന്നെ അവിടെ ആൾ നിന്നില്ല. ആൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞ് വലിയ പേടിയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വരികയാണ്. മെഡിക്കൽ സ്റ്റോറിലൊക്കെ കയറണമായിരുന്നു. അതുമൊക്കെ കയറി. പിന്നെ 3 ഞാൻ പിടിച്ച് എൻ്റെ അടുത്ത് ഇരുത്തിയതാണ്. എന്നിട്ടും കണ്ണമ്മോൻ വാശി കാണിച്ച് അങ്ങ് ഫ്രണ്ടിൽ പോയി. കണ്ണമ്മോൻ പോയപ്പോൾ കൂടെ ലച്ചുമോളും പോയി. അവിടെ ചെന്ന് നല്ല കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് അച്ഛൻ നല്ല വഴക്കും പറയുന്നുണ്ട് 2 പിന്നെ തുമ്പിമോൾ എൻ്റെയും ചേച്ചിയുടെ അടുത്ത് ഇറങ്ങിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതിന് വരെ ബൈ.